രാവിലത്തെ എല്ലാ പണികളും ഒതുക്കിയിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളം കൊടുക്കും. ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ പാടെ തന്നെ വെള്ളം കൊടുക്കുക. എന്നിട്ട് ലേറ്റ് ആയി പോയി. ഇന്ന് 11 മണിയൊക്കെ കുറച്ച് പ്ലാന്റ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് കട്ട് ചെയ്ത് വെച്ചതാണ്. വേരൊക്കെ വന്നിട്ടുണ്ട്. കുട്ടി ഭയങ്കര പെയിന്റിങ്ങിലാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സൈഡായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ കുഞ്ഞു കൃഷിത്തോട്ടത്ത് ചീര നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അത് പറിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. കുറച്ചും കൂടി വലുതായിട്ട് പറിക്കാൻ. പക്ഷെ ഇതിൽ കുറച്ച് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിലാണ് അപ്പൊ പിന്നെ പറിച്ചല്ലേ പറ്റും. അപ്പൊ ഞാൻ വലുത് നോക്കി ഒരു പീടി ചീര അങ്ങ് പറഞ്ഞു. ബാക്കി ചീരയൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ നൈബേഴ്സിനൊക്കെ കൊടുക്കാനാണ്. നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയിട്ടുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ പറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറച്ച് നമുക്ക് വിഷമില്ലാത്ത കൊണ്ട് കഴിക്കാം. അപ്പൊ ഞാൻ പറിച്ച ചീരയെന്ന് കുറച്ച് പുഴുക്കടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ ചീര മെഴുക്ക് പരട്ടി ഉണ്ടാക്കുന്നു. കടുക് കറിവേപ്പില ഒന്നും ഇടാറില്ല കേട്ടോ. ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടികൾ ചേർത്ത് അടച്ചു വെച്ച് ഇത് റെഡിയാകുന്ന സമയം കണ്ടോ ഇപ്പൊ ഒരു കൂളി പാസ്സാക്കി തരാം. അപ്പൊ ഇനി നമുക്ക് ലഞ്ച് കഴിച്ചാൽ നമ്മുടെ സ്വന്തം ചീര മെഴുക്ക് പരട്ടി വറുത്തരച്ച പൊട്ടാറ്റോ കറി എന്റെ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ അങ്ങനെ ഒരു മൂവിയൊക്കെ വെച്ചിരുന്ന് അങ്ങനെ ഇന്ന് കഴിക്കാൻ. ഞാനിപ്പോ കാണുന്ന മൂവി ഏതാണെന്ന് മനസ്സിലായവർ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയെല്ലാം പിടിക്കട്ടെ.